അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരനും CPM-ഉം നേർക്കുനേർ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൈരളിയുടെ റിപ്പോർട്ടർ, അതുപോലെ തന്നെ നാസർ, ജില്ലാ സെക്രട്ടറി നാസർ, അതുപോലെ സലാം മുൻ MLA തുടങ്ങിയവരുടെയൊക്കെ തന്നെ പല പ്രസ്താവനകളും കേട്ടു. അതിനൊക്കെ തന്നെ അതിശക്തമായ ഭാഷയിൽ ജി സുധാകരൻ മറുപടിയും നൽകുന്നത് നമ്മളെല്ലാവരും കേട്ടു. സുധാകരൻ ഇത്രയും ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും വർഷം, ഈ 50-60 വർഷം തീർച്ചയായിട്ടും താൻ പൊതുപ്രവർത്തനം നടത്തിയത്. നിയമപരമല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല, അഴിമതി നടത്തിയിട്ടില്ല, സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല, ഒന്നും താൻ അനധികൃതമായി നേടിയിട്ടില്ല, പണമുണ്ടാക്കിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ അനുജൻ ഭുവനേന്ദ്രൻ്റെ കാര്യം കൂടി പലയിടത്തും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CPM ഒരു കാര്യം ഓർക്കുക, ഇത്തരത്തിൽ സാധാരണ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെയോ അല്ലെങ്കിൽ TK ഗോവിന്ദനെയോ ഒക്കെ ഒന്ന് ചൊറിഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചങ്ങ് തള്ളും. പക്ഷേ ജി സുധാകരനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ മാത്രമല്ല CPM-ൻ്റെ പല ജില്ലകളിലെ പല കാര്യങ്ങളും സുധാകരൻ ഉറക്ക വിളിച്ചു പറയും. അതിനൊന്നും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അദ്ദേഹം അത് പറയുന്നുണ്ട്. കാര്യങ്ങൾ എനിക്കറിയാം. ആലപ്പുഴ ജില്ലയിലെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും ഒക്കെ CPM-ൻ്റെയും CPM നേതാക്കളുടെയും കളികളൊക്കെ തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. തെളിവുകൾ സഹിതം താനതൊക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊക്കെ വാലും ചുരുട്ടി ഓടേണ്ടി വരും എന്നുള്ള ഒരു പരോക്ഷമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജി സുധാകരൻ പലപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നൽകുന്നത്. CPM-നോട് സുധാകരന് കൊമ്പ് കോർക്കണം എന്നൊന്നുമില്ല, അങ്ങോട്ട് കയറി കോർക്കുകയാണ്. അങ്ങോട്ട് കയറി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ പാർട്ടി ചാനലിൻ്റെ റിപ്പോർട്ടർ, ആവശ്യമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുൻ MLA സലാം, അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ, സജി ചെറിയാൻ MLA തുടങ്ങിയ ആളുകളാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉടനെ നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അല്പം പ്രതിച്ഛായ, അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള സഖാക്കൾക്കിടയിലെ പ്രതിച്ഛായ, സാധാരണ ജനങ്ങൾക്കിടയിൽ ഒന്നുമില്ല, ചില സഖാക്കൾക്കിടയിൽ, വിരലെണ്ണാവുന്ന സഖാക്കൾക്കിടയിലെ പ്രതിച്ഛായ കൂടി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ, ഈ കഴിഞ്ഞ 10 വർഷവും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ്റെ സഹായത്തോടെ, ആഹ്വാനത്തോടെ, അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ് പല നേതാക്കളും പല കാര്യങ്ങളും, അതായത് സഭ്യമല്ലാത്തതടക്കം, ആശാസ്യമല്ലാത്തതടക്കം, നിയമവിധേയമല്ലാത്തതടക്കം, ജനങ്ങളെ വഞ്ചിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നതിലേക്ക് സുധാകരൻ്റെ നാവ് എത്തും. സുധാകരൻ്റെ ശബ്ദം ഉയരും. യാതൊരു കൺട്രോളുമില്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറയും. ഒരു വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറയേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഉറക്കെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയും. പറ്റുകയാണെങ്കിൽ നിയമസഭയിലും വിളിച്ചു പറയും. അതുകൊണ്ട് സൂക്ഷിക്കുക. സുധാകരനുമായി കൊമ്പ് കോർക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനല്ല. ഇപ്പോഴത്തെ CPM നേതാക്കളെ, നിങ്ങളുടേതടക്കം, നിങ്ങളുടെ കൂട്ടുകാരുടേതടക്കം, നിങ്ങളുടെ തലതൊട്ടപ്പനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതടക്കം അദ്ദേഹം നടത്തിയ ഇടപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയത് എന്തിന്, ഏതിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ജി സുധാകരൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയിൽ മുണ്ടിട്ട് ഓടാൻ പോലും നിങ്ങൾ ബാക്കി കാണില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് സുധാകരനെ കൈകാര്യം ചെയ്യുന്നതൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുൻ MLA സലാം പറഞ്ഞത്. അപ്പം സുധാകരൻ പറയുന്നത് കേട്ടു, ഇവിടെ ആരെങ്കിലും എന്നെ ഒന്ന് തോണ്ടുകയാണെങ്കിൽ അത് ഈ സലാമിൻ്റെ ആഹ്വാനപ്രകാരമാണെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. എന്തു ചെയ്യും? ഇവിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. പഴയകാലത്തെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രിയായി അരങ്ങുവാണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ കാലമല്ല ഇത്. ഭരണം മാറിയത് പോലീസും ചില നേതാക്കളുമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന കാര്യവും സുധാകരൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. സുധാകരനുമായി ഇടയാൻ പോകാതിരിക്കുന്നതാണ് CPM നേതാക്കൾക്ക് നല്ലത്.